ദൈവത്തിൻ്റെ പദ്ധതികൾ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയ്ക്ക് കാരണം. ചിലരൊക്കെയെങ്കിലും നിരാശപ്പെടുന്നത് മറ്റുള്ളവരിലേക്ക് നോക്കി അവരുടെ ഉയർച്ച കണ്ട് അവർക്ക് മാത്രം എന്തുകൊണ്ട് ഈ ഉയർച്ച എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. നമ്മൾ പലരും പോലും അങ്ങനെ ചിന്തിക്കുന്നവരാണ്. സത്യത്തിൽ നമ്മൾ എങ്ങോട്ടാണ് നോക്കേണ്ടത്? നമ്മുടെ നിരാശ മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഒന്ന് ചിന്തിക്കുന്നത് അനുഗ്രഹമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ചെറിയ ചിന്ത അതിനായിട്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. 23-ാം സങ്കീർത്തനം 23-ാം വാക്യം. എന്നിട്ടും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു, നീ എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്നു. നമുക്കൊക്കെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ്. എന്നാൽ ഇവിടെ ഒരു മനുഷ്യൻ, വേദപുസ്തകത്തിൽ വളരെ പ്രാവശ്യം പരാമർശമുള്ള ആസാഫ് എന്ന ആ ഗായകൻ അല്ലെങ്കിൽ സംഗീത പ്രമാണി, തൻ്റെ അനുഭവത്തിൻ്റെ സാക്ഷ്യം എന്നോണമാണ് ഈ സങ്കീർത്തനം ചിത്രീകരിച്ചിരിക്കുന്നത്. തനിക്ക് മാത്രം ബുദ്ധിമുട്ട്, തനിക്ക് മാത്രം പ്രയാസം, തനിക്ക് മാത്രം എപ്പോഴും വേദന, മറ്റു പലർക്കും വേദനയില്ല, വേറൊരാൾക്ക് വേദനയില്ലാത്തത് കൊണ്ട് അസൂയപ്പെടുക എന്നുള്ളതല്ല അദ്ദേഹം ചിന്തിച്ചത്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ എന്നൊക്കെ ചിന്തിച്ച് ഒടുവിൽ ഭാഗ്യവശാൽ തനിക്ക് വളരെ നല്ല ഒരു ആശയം തോന്നി. അത് ദൈവാത്മനിയോഗമായിരിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അവസാനമെന്നറിയാൻ ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് താൻ ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആലയത്തിൽ ചെന്നപ്പോഴാണ് തനിക്ക് ബോധ്യപ്പെടുന്നത്, വാസ്തവമായും നീ അവരെ വഴുവഴുപ്പിൽ നിർത്തിയിരിക്കുന്നു. ദൈവമില്ലാതെയുള്ള വളർച്ചയും ദൈവത്തെ കൂടാതെയുള്ള അനുഗ്രഹങ്ങളും ദൈവത്തെ കൂടാതെയുള്ള പേരും പ്രശസ്തിയുമൊക്കെ ഒടുവിൽ ചെന്നെത്തുന്നത് എവിടെയാണെന്ന് നമ്മൾ പലരിൽ നിന്നും പഠിച്ചിട്ടുള്ളതാണ്. ഈ ലോകം അതിന് സാക്ഷ്യമാണ്. എന്നാൽ ഈ ആസാഫ് പറയുന്നത്, എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു, നിന്റെ അടുക്കലിരിക്കുന്നത്, നിന്നെക്കുറിച്ച് അറിയുന്നത്, നിന്നോട് ചേർന്ന് നിൽക്കുന്നത് എനിക്കേറെ ഇഷ്ടം. അതല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട ഈ ലോകത്തിൽ. ആസാഫിന് ഒടുവിൽ ആലയത്തിൽ ലഭിക്കുന്ന ഉറപ്പ്, ഞാൻ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല, എന്നെ വലങ്കയ്ക്ക് പിടിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നോക്കൂ പ്രിയരെ, ദൈവം നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആകുല ചിന്തകൾ നമുക്കൊന്ന് മറന്നുകൂടെ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഞങ്ങളുടെ ആകുലതകൾ ഞങ്ങളെ വേട്ടയാടുമ്പോൾ അങ്ങനെയുള്ള ആശ്രയം കുറയാതെ മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.